ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ തിരക്കിലാണ് കേരളത്തിലെ മുന്നണികൾ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിക്ക് മറുപടി നൽകാനാണ് സിപിഎമ്മിന്റെ നീക്കം. 20 ലോക്സഭാ സീറ്റുകളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് 2019 തിരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് വിജയിക്കാനായത്. 19 സീറ്റുകളിലും കോൺഗ്രസ് മിന്നും വിജയം കാഴ്ചവെച്ചു. ഈ വിജയം നിലനിർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതേസമയം അട്ടിമറി വിജയം നേടാൻ ബിജെപിയും ശക്തമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ കേരളത്തിലേക്ക് ഇറക്കി. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയും ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം തങ്ങളുടെ തിളക്കമാർന്ന വിജയം വീണ്ടും ആവർത്തിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്തുന്നുണ്ട്. ഫെബ്രുവരി 9-നാണ് കോൺഗ്രസിന്റെ യാത്ര. കേരളത്തിലെ ഭരണമുന്നണിയാകട്ടെ നവകേരള യാത്ര നടത്തി വിജയിപ്പിച്ചതിന്റെ സന്തോഷത്തിലാണ്. ആ യാത്രയും കേരളീയവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ സിപിഎം 6 മാസം മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. ബ്രാഞ്ച് തലം മുതലുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തീകരിച്ചു. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന ഉയർത്തിപ്പിടിച്ചുള്ള പ്രചാരണമാണ് സിപിഎം ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും ബിജെപിയുടെ വർഗീയതയും ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരണ ആയുധമാകും. മാത്രമല്ല, കേരളത്തിൽ കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയും ഒരു പ്രചരണ വിഷയമാണ്. ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ കോൺഗ്രസിനാകുന്നില്ല എന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ. അക്കാര്യത്തിൽ സാധാരണക്കാർക്കിടയിൽ LDF സർക്കാരിനോടാണ് മതിപ്പുള്ളത്. UDFന്റെ RSSനോടുള്ള മൃദു സമീപനവും ഈ തെരഞ്ഞെടുപ്പിൽ സിപിഎം തുറന്നുകാട്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പെന്നോണം 6 മാസം മുമ്പേ സിപിഎം പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ബ്രാഞ്ച് തലം പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തിയായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക ചുമതലകൾ നൽകിയായിരുന്നു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. വിവിധ തലത്തിലുള്ള കൺവെൻഷനുകളും ബ്രാഞ്ച് തല കുടുംബയോഗങ്ങളും പൂർത്തിയായി വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റമുണ്ടാകുമെന്നാണ് സിപിഎമ്മിന്റെ ആത്മവിശ്വാസം. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ന്യൂഡൽഹിയിലെ സമരത്തിൽ നിന്നും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിൽക്കുന്നതിനെതിരെയും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രചാരണ വിഷയമാക്കാനാണ് സിപിഎമ്മിന്റെ തീരുമാനം. അയോധ്യ വിഷയത്തിലും ബാബറി മസ്ജിദ് വിഷയത്തിലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആദ്യമൊന്നും പ്രതികരിച്ചിരുന്നില്ല. ഇന്ത്യ മുന്നണി ഉൾപ്പെടെയുള്ളവർ ശക്തമായ നിലപാട് അറിയിച്ചപ്പോഴും കേരളത്തിലെ നേതാക്കൾ മൗനം പാലിക്കുകയാണ് ചെയ്തത്. സിപിഎം ഉൾപ്പെടെയുള്ളവരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ചെറിയ പ്രതികരണങ്ങൾ നടത്തിയതെന്നും സിപിഎമ്മിലെ തന്നെ നേതാക്കൾ പറയുന്നു. അക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് പോലും അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. മണിപ്പൂർ വിഷയത്തിലും ബിജെപിക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ കോൺഗ്രസിനായില്ലെന്ന് സിപിഎം വിലയിരുത്തുന്നു. പലപ്പോഴും ആടിയുലഞ്ഞാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ നേതാക്കൾക്കാവുന്നില്ല. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്രത്തിന്റെ ഫണ്ട് വെട്ടിക്കുറയ്ക്കലും സംബന്ധിച്ച് പാർലമെന്റിൽ പോലും കേരളത്തിൽ നിന്നുള്ള എംപിമാർക്ക് ശക്തമായി പ്രതിഷേധിക്കാൻ സാധിച്ചില്ല. 19 കോൺഗ്രസ് എംപിമാരാണ് കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇവർക്കാർക്കും തന്നെ സംസ്ഥാനത്തിന്റെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാൻ പാർലമെന്റിൽ സാധിച്ചിട്ടില്ല. മുഖ്യമന്ത്രി എംപിമാരുടെ യോഗം വിളിച്ചു ചേർത്ത് ആവശ്യമായ കാര്യങ്ങൾ അറിയിക്കുകയും ഇതിനുവേണ്ടി പാർലമെന്റിൽ ശബ്ദം ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും വേണ്ടത്ര വിജയം കാണാൻ എംപിമാർക്കായില്ല. ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചരണ ആയുധമാക്കാനാണ് സിപിഎമ്മിന്റെ നീക്കം. തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സിപിഎം നടത്തിയ പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് സാധാരണക്കാർക്കിടയിൽ മതിപ്പെന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. നവകേരള സദസ്സും കേരളീയവും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ വിജയമായിരുന്നുവെന്ന് നേതാക്കളിൽ ചിലർ കലാകൗമുദിയോട് പറഞ്ഞു. ഇതിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ നിയമവശം നോക്കി കേരളത്തിൽ നടപ്പാക്കാനാണ് തീരുമാനമെന്നും നേതാക്കൾ വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയവും നടക്കും. അതിനു മുമ്പ് ഘടകകക്ഷികളുമായുള്ള യോഗങ്ങൾ ചേരും. നേരത്തെ നൽകിയിട്ടുള്ള സീറ്റുകളിൽ തന്നെ അവർ മത്സരിക്കും. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നും മുതിർന്ന നേതാക്കൾ കലാകൗമുദിയോട് വ്യക്തമാക്കി. ആരൊക്കെ സ്ഥാനാർത്ഥിയാക്കണമെന്നത് സംബന്ധിച്ച് LDF ഒറ്റക്കെട്ടായി തീരുമാനിക്കും. വിജയ സാധ്യതയാണ് ഇതിൽ പ്രധാനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് സിപിഎമ്മിന് ലോക്സഭയിലേക്ക് ലഭിച്ചത്. ഇത്തവണ ആ നാണക്കേട് മാറ്റാനുള്ള ശ്രമങ്ങൾ താഴെ തട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയെന്നും നേതാക്കൾ പറഞ്ഞു.